ഏവർക്കും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബുകൾ വഴി യുവാക്കളുടെ സർഗശേഷിയും കായികക്ഷമതയും വർദ്ധിപ്പിക്കുന്നത് പുതിയ തലമുറയെ തെറ്റായ വഴികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കുമെന്ന് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP മുഹമ്മദ് കോയ. നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബുകളിലൂടെ യുവാക്കളുടെ സർഗശേഷിയും കായികക്ഷമതയും വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതോടൊപ്പം സാമൂഹ്യ സന്നദ്ധ സേവനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ യുവതലമുറയുടെ തെറ്റായ വഴിയിലൂടെയുള്ള സഞ്ചാരത്തിന് തടയിടാൻ കഴിയും എന്ന് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP മുഹമ്മദ് കോയ പറഞ്ഞു. വഴിതെറ്റി പോകാതിരിക്കാൻ അതൊരു വലിയ കാരണമായി മാറും. ഇപ്പോൾ നമ്മുടെ നാട്ടില് പഴയ കാലത്തെ പോലെ കാര്യമായിട്ട് പണ്ട് നമ്മൾ നീർച്ചക്കും വേലക്കും എല്ലാത്തിനും പോയിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാതായപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പുതിയ സിന്തറ്റിക് ലഹരിയുടെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം. ഏറ്റവും നൂതനമായ ലഹരി ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ കുട്ടികളെ എന്റർടൈൻമെന്റിലേക്ക് കൊണ്ടുവരാൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻഗേജ്, അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഏറ്റവും ആ പ്രദേശത്തെ നല്ലവരായ ചെറുപ്പക്കാരാവുമ്പോൾ ഇതിന് തടയിടാൻ നമുക്കൊരു പരിധി വരെ കഴിയുന്നതാണ്. കാരണം വേറെ നമ്മുടെ കയ്യിൽ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കൊന്നുമില്ല. ഇതിനൊക്കെ തടയിടണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ കാലം ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മളെ കുട്ടികളെ നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ചു കൊണ്ടു നടക്കാനുള്ള ഒരു സാഹചര്യം. തിരുനാവായ ചിനക്കൽപ്പടിയിൽ CFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉസ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാലിക്കറ്റ് ഹീറോസ് അസിസ്റ്റന്റ് കോച്ച് സിദ്ദീഖ് കൊടുമുടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബഷീർ സാബു ക്ലബ്ബ് അംഗങ്ങൾക്കുള്ള ജേഴ്സി പ്രകാശനം ചെയ്ത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷത അസീന തോട്ടത്തിൽ, മെമ്പർ റുബീന ഷെരീഫ്, ഷുഹൈബ് PP, അബൂബക്കർ, സമദാനി, സക്കരിയ, സലാം റിയാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.